ഷാബു പ്രസാദ് മര്യാദാ പുരുഷോത്തമനായിട്ടാണ് ശ്രീരാമനെ കണക്കാക്കുന്നത്. അദ്ദേഹം ധാർമ്മികമായി അല്ലാതെ ഒരു കാര്യവും ചെയ്തിട്ടില്ല. അദ്ദേഹം വനവാസത്തിന് പോയപ്പോൾ അനുജൻ അവിടെ ചെന്ന്, ഭരതൻ അവിടെ ചെന്ന്, ജ്യേഷ്ഠ തിരികെ വരൂ, ഞാൻ ഭരണയന്ത്രം ഏറ്റെടുക്കുന്നില്ല എന്ന് പറഞ്ഞാണ്. വേണമെങ്കിൽ അദ്ദേഹത്തിന് തിരിച്ചു വരാമല്ലോ. പക്ഷേ അതല്ല, ഞാൻ അച്ഛനോട് പറഞ്ഞ വാക്കാണ്, 12 കൊല്ലം വനത്തിൽ കഴിയും എന്ന് പറഞ്ഞ അന്ന് വിശ്വസിക്കുന്ന. നേരത്തെ ഇവിടെ മറ്റൊരു കാര്യം അനൂപ് സൂചിപ്പിക്കുകയുണ്ടായി, അലക്കുകാരൻ്റെ കമൻറ്റിനെ കുറിച്ച്. അപ്പം ധാർമ്മികമായി ജീവിച്ച ഇന്ത്യക്കാരെ സംബന്ധിച്ച് മര്യാദയുടെ പ്രതീകമായ ഒരു ദൈവത്തിൻ്റെ ക്ഷേത്രം ഉണ്ടാക്കി വെച്ചിട്ട് ഒരു മര്യാദയുമില്ലാതെ മര്യാദകേട് മാത്രം അവിടെ നടന്നു എന്ന് പറയുന്നത് അത്ഭുതകരമാണ്, ആശ്ചര്യജനകമാണ്. ഇതിപ്പോൾ ഈ പണം അടിച്ചു മാറ്റിയത് മാത്രമല്ലല്ലോ, അവിടുത്തെ ലാൻഡ് സ്കാം, അത് നേരത്തെ പുറത്തു വന്നിട്ടുള്ള കാര്യമാണ്. അവിടുത്തെ അയോധ്യ നിവാസികളെ അവിടെ നിന്ന് അവരുടെ സ്ഥലം വാങ്ങിക്കുന്നു എന്ന് പറഞ്ഞാൽ അവർക്ക് ഒരു തുക കൊടുക്കുന്നു, അവരവിടെ നിന്ന് പുറന്തള്ളുന്നു. എന്നിട്ട് വലിയ തോതിൽ മിനിറ്റുകൾക്കകം, മണിക്കൂറുകൾക്കകം വലിയ തുകയ്ക്ക് ആ സ്ഥലം മറച്ചു വിറ്റ സംഭവം വന്നിട്ടുണ്ട്. ഞങ്ങളുടെ പ്രതിനിധി അനൂപ് അവിടെ പോയ സമയത്ത് അതിനുശേഷം നേരത്തെ അവിടെ ആ സ്ഥലം ഉണ്ടായിരുന്ന ആ സ്ഥലമുടമസ്ഥർ ഇപ്പോൾ മാറ്റപ്പെട്ടല്ലോ, അവരെയൊക്കെ പോയി കണ്ട് അവരുടെ ഇപ്പോഴത്തെ ജീവിതത്തെക്കുറിച്ചൊരു വാർത്തയൊക്കെ ആ കാലത്ത് ചെയ്തത് ഞാൻ ഓർക്കുന്നു. അപ്പോൾ തുടക്കം മുതൽ ഒരു കച്ചവട സംരംഭമായി നടത്തുക, ഇന്ത്യയിൽ നല്ല രീതിയിൽ കച്ചവടം ചെയ്യാൻ പറ്റുന്ന ഒരു ഉൽപ്പന്നമാക്കി ശ്രീരാമചന്ദ്രനെ മാറ്റുക എന്നുള്ള കൊടുംപാതകം ചെയ്തതിന്റെ രാഷ്ട്രീയമായിട്ടുള്ള ഉത്തരം കൂടി നൽകേണ്ടേ? ഒരു പക്ഷേ ഞാൻ എല്ലാത്തിനും ഉത്തരം പറയാം. എന്തായാലും കോൺഗ്രസ്സുകാർക്ക് ഇപ്പോൾ അവരിപ്പോൾ രാമഭക്തി വന്നതിൽ അതിൻ്റെ അകത്ത് വളരെ സർപ്രൈസിങ് ആണെങ്കിലും സന്തോഷമുണ്ട്. എന്നെങ്കിലും ഇവർ ഗാന്ധിജിയുടെ രാമരാജ്യം എന്ന സങ്കല്പത്തിനെ ആ സങ്കല്പത്തിനെ ഇവർ അംഗീകരിച്ചിരുന്നോ? എപ്പോഴെങ്കിലും ഗാന്ധിജി അല്ലാതെ വേറെ ഏതെങ്കിലും ഒരു കോൺഗ്രസ്സുകാരൻ ഒരിക്കലെങ്കിലും രാമരാജ്യം എന്ന് ഉച്ചരിച്ചിട്ട് പോലും ഉണ്ടോ എന്നെനിക്ക് സംശയമുണ്ട്. പിന്നെ ഗാന്ധിജിയെ കൊന്ന RSS എന്ന് ഇവർ പറഞ്ഞു. ആ ഗാന്ധിജിയെ കൊന്നു എന്ന് നിങ്ങൾ ആരോപിക്കുന്ന RSSനെ ഇവിടെ നിങ്ങൾ തന്നെ നിരോധിച്ചിട്ട് 1 വർഷം കഴിഞ്ഞപ്പോൾ ഒരു തെളിവ് പോലും ഇല്ലാതെ നിങ്ങൾക്ക് തന്നെ ആ നിരോധനം പിൻവലിക്കേണ്ടി വന്നു. അങ്ങനെ നിങ്ങൾ ഇത്രയും കാലം ഗാന്ധിജിയെ കൊന്ന RSS എന്ന് ഇവിടെ ആരോപിച്ചുകൊണ്ടിരിക്കുന്ന ആ ഇന്ത്യയിൽ തന്നെ നിങ്ങളുടെ ഭരണത്തിൻ്റെ കീഴിൽ തന്നെയാണ് ഈ RSS ഇത്രയും കാലം ഇവിടെ പ്രവർത്തിച്ചതും വളർന്നതുമെല്ലാം. എന്തേ നിങ്ങൾക്ക് ഗാന്ധിജിയെ കൊന്ന RSSനെ ഒന്നും ചെയ്യാൻ കഴിയാതെ പോയി? എന്തേ നിങ്ങൾക്ക് അതേ RSSന്റെ പരിവാർ സംഘടനയായ BJP ഇന്ന് ഭരണത്തിലെത്തിയത്? നിങ്ങളുടെ ഭരണകാലത്ത് തന്നെ BJP വളർന്നത് കൊണ്ടാണ്. അതുകൊണ്ട് അത് വിട്. ഇനി മറ്റൊന്ന്, ഈ അലക്കുകാരൻ്റെ കാര്യം പറഞ്ഞു. അതുകൊണ്ട് തന്നെയാണ് അപ്പോൾ ചമ്പത്രായി അനിൽ മിശ്രയും അടക്കമുള്ള അതിൻ്റെ ട്രസ്റ്റിൻ്റെ ഉന്നത നേതൃത്വം തന്നെ രാജിവെച്ചത്. അങ്ങനെയാണ്. അതുകൊണ്ട് തന്നെയാണ് അവരുടെ സത്യസന്ധതയിൽ, അവരുടെ ഇൻ്റഗ്രിറ്റിയിൽ ഒരു സംശയവുമില്ല എന്ന് അവരുടെ സംഘടന പറയുമ്പോഴും അവിടെ നിന്നും മാറി നിൽക്കുക എന്നുള്ളതാണ് അവരുടെ ധാർമ്മിക ഉത്തരവാദിത്വം എന്ന് കണ്ടാണ് അവർ അവിടെ നിന്ന് മാറി നിന്നത്. പിന്നെ ഈ ലാൻഡ് സ്കാമിൻ്റെ കാര്യം പറയുന്നു. ഞാനതിൽ ലാൻഡ് സ്കാമിലേക്ക് വരാം. പിന്നെ ഇവിടെ ഈ കോടതി നിരീക്ഷണത്തിലുള്ള അന്വേഷണം, തീർച്ചയായിട്ടും അത് സ്വാഗതാർഹമായ കാര്യമാണത്. ഇനി കോടതി എപ്പോഴാണ് അങ്ങനെ ഒരു അന്വേഷണത്തിന് തയ്യാറാവുക? നിലവിൽ നടക്കുന്ന അന്വേഷണത്തിൽ എന്തെങ്കിലും പോരായ്മകളോ കുറവുകളോ ഉണ്ടെങ്കിൽ കോടതി അതിന് തയ്യാറാകും. അല്ലെങ്കിൽ കോടതി അതിൻ്റെ അകത്ത് ഇടപെടില്ല. ഏത് കക്ഷി, ഏത് ഇന്ത്യൻ പൗരനും ഇവിടെ കോടതിയെ സമീപിക്കാം, സുപ്രീം കോടതിയെ സമീപിക്കാം. ഈ അന്വേഷണം ശരിയല്ല, കോടതി നിരീക്ഷണത്തിൽ വേണം. കഴിഞ്ഞ ദിവസം ചെന്നല്ലോ കോടതി ചെന്നപ്പോൾ കോടതി എന്താ പറഞ്ഞത്? അവിടുന്ന് ഓടിച്ചു വിട്ടു കോടതി. അവിടെ സംഭവം മര്യാദയ്ക്ക് നടക്കുന്നുണ്ട്, അത് നടക്കട്ടെ എന്നുള്ളതാണ് കോടതിയുടെ നിലപാട്. ഇനിയല്ല കോടതി മേൽനോട്ടത്തിലുള്ള അന്വേഷണമോ ഇനി രാജ്യത്ത് അതിനപ്പുറത്തുള്ള അന്വേഷണമോ എന്താണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നടക്കട്ടെ. അത് തീർച്ചയായിട്ടും നടക്കണം. അതുമാത്രമല്ല, ഇതിൻ്റെ അകത്ത് മുഴുവൻ കാര്യങ്ങളും ഇവിടെ പുറത്തു കൊണ്ടുവരണം. പിന്നെ ഈ പ്രധാനമന്ത്രിയോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ളവരൊക്കെ എന്ന് പറഞ്ഞാൽ ജനങ്ങൾക്ക് വിശ്വാസം വരും എന്ന് ഇവിടെ ഒരു പരാമർശം കേട്ടു. ആരാണ് പറഞ്ഞതെന്ന് എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല. ഇവിടെ ജനങ്ങൾക്ക് സംശയമൊന്നുമില്ല. അവിടെ മിസ്അപ്രോപ്രിയേഷൻ നടന്നിട്ടുണ്ട്, അവിടെ പണം മോഷ്ടിക്കപ്പെട്ടിട്ടുണ്ട് എന്നതിൽ ആർക്കും സംശയമൊന്നുമില്ല. പക്ഷേ അതിൻ്റെ പുറകിൽ ആരാണോ, ഇനി എത്ര ഉന്നതനായാലും ശരി, അത് പുറത്തു വരും എന്ന കാര്യത്തിലും ജനങ്ങൾക്ക് സംശയമൊന്നുമില്ല. പക്ഷെ ഇവിടെ പറയാൻ പറ്റും, ജനങ്ങൾക്ക് സംശയമില്ല. സംശയമില്ല എന്ന് അങ്ങ് പറഞ്ഞാൽ ജനങ്ങൾക്ക് സംശയമില്ലാതാവോ? ഇത് ഞാൻ പറഞ്ഞല്ലോ, സംശയമുണ്ടെന്ന് നിങ്ങൾക്ക് എങ്ങനെ അറിയാവുന്നേ?
ഈ നേരത്തെ ഈ നോട്ട് നിരോധന കാലത്ത് മൻമോഹൻ സിംഗ് നടത്തിയ ഒരു പ്രയോഗമുണ്ട്, ഓർഗനൈസ്ഡ് ലൂട്ട് ലീഗലൈസ്ഡ് പ്ലണ്ടർ എന്ന് പറഞ്ഞത് മാതിരി ആസൂത്രിതമായ ഒരു കൊള്ള, ഒരു ട്രസ്റ്റ് ഉണ്ടാക്കി വെച്ചിട്ട് അതിനൊരു ചട്ടക്കൂട് ഉണ്ടാക്കി വെച്ചിട്ട് ഒരു തരത്തിൽ ഈ പ്ലണ്ടർ ലീഗലൈസ് ചെയ്യായിരുന്നു. അപ്പൊ ആ നിലയ്ക്ക് നമ്മൾ കാണേണ്ട ഒരു കാര്യത്തിൽ ഈ കാശെണ്ണിയെ കുറച്ച് ആളുകൾ 8 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്, അവരെ ശിക്ഷിക്കുമായിരിക്കും. അതിനപ്പുറത്തേക്ക് മോറലായ റെസ്പോൺസിബിലിറ്റി മാത്രമാണോ അടുത്ത വർഷം തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന ഒരു സ്റ്റേറ്റിൽ നമ്മൾ ഈ ജപ്പാനിൽ സ്വയം കുത്തി മരിക്കുന്ന ഒരു ഏർപ്പാടുണ്ടല്ലോ, ഹരാഗിരി എന്ന് പറഞ്ഞതുപോലെ യോഗി ആദിത്യനാഥ് ചമ്പത് റായിയെ പോലെയുള്ള ആളുകളിലേക്ക് നീങ്ങി സ്വയം കുത്തി മരിക്കാനുള്ള സാധ്യത ഒന്നും ഞാൻ കാണുന്നില്ല. അല്ലല്ല, അതൊക്കെ നിങ്ങളുടെ ആഗ്രഹമാണ്. നിങ്ങൾ സാധ്യത കാണുന്നില്ലെങ്കിലും അങ്ങനെയൊക്കെ സംഭവിക്കണം എന്നുള്ളത് നിങ്ങളുടെയൊക്കെ മോഹവും ആഗ്രഹവുമാണ്. ആഗ്രഹിക്കുന്നതിൻ്റെ അകത്ത് തെറ്റൊന്നുമില്ല അഭിലാഷേ, തീർച്ചയായിട്ടും ആഗ്രഹിച്ചോളൂ. കാര്യം നമ്മുടെ രാജ്യത്ത് അതിനുള്ള സ്വാതന്ത്ര്യമൊക്കെ ഉണ്ട്. പിന്നെ താങ്കൾ പറഞ്ഞു ജനങ്ങൾക്ക് സംശയമില്ല എന്ന് ഇങ്ങനെ പറയും. അതേ ചോദ്യം എനിക്കും തിരിച്ചു ചോദിക്കാനല്ല, പൊതുജനങ്ങൾക്ക് സംശയമുണ്ട് എന്ന് നിങ്ങൾക്ക് ഇങ്ങനെ അറിയാം? നിങ്ങൾക്കൊക്കെ സംശയമുണ്ട്, ശരി, ഞാൻ അംഗീകരിക്കുന്നു. ആ സംശയം മാറ്റാൻ ഇനിയും സാക്ഷാൽ ശ്രീരാമചന്ദ്രൻ വിചാരിച്ചാൽ പോലും നടക്കുന്ന കാര്യമല്ല. നിങ്ങളുടെയും കോൺഗ്രസിന്റെയും ഇവരുടെയൊക്കെ സംശയം മാറ്റാൻ ഭഗവാൻ ശ്രീരാമചന്ദ്രൻ നേരിട്ട് അവതരിച്ചിപ്പോ ഇറങ്ങി വന്ന് പറഞ്ഞാലും അത് നടക്കുന്ന കാര്യമില്ല. അതുകൊണ്ട് നിങ്ങളുടെയും കോൺഗ്രസിന്റെയും പ്രതിപക്ഷങ്ങളുടെയൊക്കെ സംശയമൊക്കെ അവർ സംശയമായിട്ട് അവരുടെ പ്രവർത്തനങ്ങളുമായി അവരുടെ പ്രചരണങ്ങളുമായി മുമ്പോട്ട് പോകട്ടെ. ഒരു വശത്തോട് തീർച്ചയായിട്ടും എന്തായാലും ശ്രീരാമചന്ദ്രൻ തന്നെ കാക്കട്ടെ എന്നല്ലാതെ ഇപ്പൊ എന്ത് പറയാൻ പറ്റും? ശബരിമലയിൽ സ്വർണ്ണക്കൊള്ള നടന്നപ്പോ നമ്മൾ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടെന്നുള്ള കാര്യം ഓർമ്മയുണ്ടല്ലോ അല്ലേ? നീ നിന്നെ തന്നെ കാത്തോളൂ എന്ന് പറഞ്ഞ പോലെ ശ്രീരാമചന്ദ്രൻ ഉണ്ടായിരുന്നപ്പോഴും അകത്തും പുറത്തും ഇവിടെ ദുഷ്ടശക്തികൾ ധാരാളം ഉണ്ടായിരുന്നു. അവരെയൊക്കെ നിഗ്രഹിക്കാൻ വേണ്ടി തന്നെയാണ് ശ്രീരാമചന്ദ്രൻ അവതാരമെടുത്തത്. അങ്ങനെയുള്ള ആ ശ്രീരാമന്റെ ഒപ്പം എന്നും ഒരു കാര്യം മനസ്സിലാക്കുക, ശ്രീരാമന്റെ ഒപ്പം ഇവിടെ ദുർബലർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, കുറച്ച് വാനരന്മാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അല്ലെങ്കിൽ അങ്ങനെയുള്ളവരെ ഉണ്ടായിരുന്നുള്ളൂ. ധർമ്മത്തിൽ ബോധ്യമുള്ളവർ മാത്രമേ ശ്രീരാമന്റെ ഒപ്പം ഉണ്ടായിരുന്നുള്ളൂ. അതിശക്തരായവർ, വലിയ വലിയ പണക്കാർ, അങ്ങനെയുള്ളവരൊക്കെ ശ്രീരാമന്റെ ശത്രുപക്ഷത്തുമായിരുന്നു. അതുകൊണ്ട് ശ്രീരാമന്റെ പക്ഷത്തുള്ളവർക്ക് യാതൊരു സംശയവും ഇക്കാര്യത്തിലില്ല. പക്ഷേ നിങ്ങളെ പോലെയുള്ള അല്ലെങ്കിൽ ഇവിടെയുള്ള കുറെ രാവണന്മാർക്ക് ഒരുപാട് സംശയങ്ങളുണ്ട്. ആ രാവണന്മാരുടെ സംശയം ശ്രീരാമചന്ദ്രൻ തന്നെ തീർത്തോളും. അത് ഈ അന്വേഷണത്തിലൂടെയും ഇനി ശ്രീരാമൻ വിചാരിക്കുന്നുണ്ടാവും രാവണൻ എത്രയോ ഭേദമായിരുന്നു എന്ന് എന്തായാലും ശ്രീരാമൻ വിചാരിക്കുന്നുണ്ടാവുന്നതാണ് ഞാൻ വിചാരിക്കുന്നത്. എന്തായാലും ശ്രീരാമനുമായി ചെയ്യാൻ യുദ്ധനീതിയൊക്കെ അല്പസ്വല്പം പാലിച്ചിട്ടുള്ള ആളാണല്ലോ രാവണൻ. അതുകൊണ്ട് ശ്രീരാമനുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അങ്ങേക്കൊരു അവസരം കിട്ടി എന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങയെ ഞാൻ അങ്ങനെ വിചാരിച്ചതാണ്. ഞാൻ കമ്മ്യൂണിക്കേറ്റ് എന്തായാലും രാവണൻ എത്രയോ ഭേദം എന്ന് രാമൻ വിചാരിക്കാനുള്ള എല്ലാ ചാൻസും ഉണ്ട്. എന്തായാലും അങ്ങനെ അയച്ച ആ വാട്സപ്പ് സന്ദേശം ഒന്ന് അഭിലാഷ് ഒന്ന് സ്റ്റാറ്റസ് ആക്കി ഇടണം കേട്ടോ, വലിയ കാര്യമായിരിക്കും. എനിക്കറിയില്ല ശ്രീരാമൻ വാട്സാപ്പിൽ സന്ദേശം അയക്കാറുണ്ടോ.